വഹിക്കുന്ന ബഹുമാനായ ശ്രീ ടി മുഹമ്മദ് ബഷീർ MP, കേരളത്തിൻ്റെ ബഹുമാന്യരും പ്രിയങ്കരരുമായ പാർലമെന്റ് അംഗങ്ങൾ, പ്രിയപ്പെട്ട മന്ത്രി ശ്രീമതി തുളസി, പാലക്കാട് MLA, DCC പ്രസിഡന്റ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുൻ MLA-മാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര്, പ്രിയമുള്ള സഹപ്രവർത്തകര്, മാധ്യമ സുഹൃത്തുക്കൾ, നമുക്കെല്ലാം അറിയാം തിരുവോണത്തിന്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞു. ശ്രീകണ്ഠനും ETയും ഇവിടെ വിശദീകരിച്ചു. മലയാളികൾ എല്ലാവരും ചേർന്ന്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് തിരുവോണം. അതിൽ ഓണസദ്യക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണം. അന്നത്തെ ദിവസം എല്ലാവരും സമർത്ഥമായിട്ട് ഭക്ഷണം കഴിക്കുക. ഓണസദ്യയും അതിലെ മത്സരങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുവോണ ദിവസം കേരളത്തിലെ ബഹുമാന്യരായ പാർലമെന്റ് അംഗങ്ങളും പാലക്കാട്ടെ മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടത്തുന്ന ഈ നിരാഹാര സത്യാഗ്രഹ സമരത്തിന്റെ കാരണങ്ങൾ എന്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ആ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തോട് കാട്ടിയ ഏറ്റവും വലിയ അവഗണനയാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ്. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ കീഴിൽ നിന്ന് മംഗലാപുരത്തെ മാറ്റി അതിനെ മൈസൂർ റോഡ് ചേർത്തത് കൊടിയ വഞ്ചനയാണ്, അനീതിയാണ്. അത് കേരളത്തിന്റെ സർക്കാരോ കേരളത്തിലെ റെയിൽവേ മന്ത്രിയോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളോ ആരും അറിയാതെ ഒരു രാത്രിയിൽ മോഷ്ടാവ് എങ്ങനെ നമ്മളുടെ വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നോ അതുപോലെയാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് കേരളത്തിന്റെ നിലയിലുണ്ടായിരുന്ന ഈ സൗകര്യങ്ങളും സാവകാശങ്ങളും മോഷ്ടിച്ചെടുത്ത് തട്ടിപ്പറിച്ച് അതിനെ മൈസൂർ റോഡ് ചേർത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ന്യായീകരണവുമില്ല. മാധ്യമങ്ങൾ നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഈ സമരങ്ങൾ സംഘടിപ്പിച്ച എല്ലാ MP-മാരും, കോഴിക്കോട് MP MK രാഘവനും, അതുപോലെ തന്നെ വടകര MP ഷാഫിയും, ശ്രീകണ്ഠനും, അതുപോലെ ശ്രീ ബെന്നി ബഹനാനും, എല്ലാവരും, ഉണ്ണിത്താനും ആന്റോയും, എല്ലാ MP-മാരും ഈ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, അതാത് സ്ഥലങ്ങളിലെ റെയിൽവേ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായി പാർലമെന്റിനകത്തും പുറത്തും ഏറ്റവും യോജിച്ച് ശബ്ദിക്കുന്നവരാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രിയങ്കാജിയോടൊപ്പം KC വേണുഗോപാലിനോടൊപ്പം വാദിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പാർലമെന്റ് സമ്മേളനം കഴിയാൻ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമ്മേളനത്തിന് ഇടയിൽ ഇത്തരത്തിൽ കിരാതമായ അന്യായമായ ഒരു തീരുമാനമെടുത്താൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് ദേശീയ തലത്തിൽ അതിന് പ്രാധാന്യം ഉണ്ടാകും, പിന്തുണ വർദ്ധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ കൊടും ചതി കേരളത്തിലെ ജനങ്ങളോട് ചെയ്തത്. ഇതിൽ യാതൊരു ന്യായീകരണവുമില്ല. പാലക്കാട് ഒരു വലിയ ഡിവിഷൻ അല്ല. വിഭജിക്ക ഡിവിഷനിൽ നിന്ന് മംഗലാപുരം എടുത്തു മാറ്റേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. എല്ലാവർക്കും, ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന കാര്യം എന്താണ്? മംഗലാപുരത്തിന്റെ വരുമാനം കൂടി പാലക്കാട് ഡിവിഷന്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അവിടുത്തെ തുറമുഖത്തിന്റെയും ചരക്ക് നീക്കങ്ങളുടെയും അവിടെ നിന്നുള്ള വണ്ടികളെ ഏറ്റവും അധികം ഓടുന്നത് കൊണ്ടാണ്. മംഗലാപുരം തിരുവനന്തപുരം, മംഗലാപുരം ചെന്നൈ, മംഗലാപുരം പാലക്കാട്, ഈ മേഖല ടച്ച് ചെയ്തുകൊണ്ടാണ് മംഗലാപുരത്തു നിന്ന് തെക്കോട്ടും വടക്കോട്ടും ഏറെ ട്രെയിൻ ഗതാഗതം, ചരക്ക് ഗതാഗതമാണെങ്കിലും നടക്കുന്നത്. നമ്മുടെ മലബാറിലേക്കുള്ള എല്ലാ വണ്ടികളും തന്നെ മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്നതാണ്. മലബാർ എക്സ്പ്രസ് ആണെങ്കിലും, ചെന്നൈ മെയിൽ ആണെങ്കിലും, മാവേലി എക്സ്പ്രസ് ആണെങ്കിലും, അതുപോലെ തന്നെ മാംഗ്ലൂർ എക്സ്പ്രസ് ആണെങ്കിലും, വന്ദേ ഭാരത് ആണെങ്കിലും, ഏത് ട്രെയിൻ പരിശോധിച്ചാലും നമുക്കറിയാം അത് മംഗലാപുരത്ത് നിന്ന് ആരംഭിക്കുന്നതാണ്. ടെർമിനൽ സൗകര്യം അവിടെ മാത്രമാണുള്ളത്. ആ സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങളെ, കണ്ണൂരിനെയും കാസർഗോഡിനെയും കോഴിക്കോടിനെയും ഷൊർണൂർ ജംഗ്ഷനെയും എല്ലാം ബന്ധിപ്പിച്ചോടുന്ന ആ ട്രെയിനുകളെല്ലാം മംഗലാപുരം നിന്ന് ആരംഭിച്ച് അല്ലെങ്കിൽ അവസാനിക്കുന്ന ട്രെയിൻ സർവീസുകളാണ്. എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തേക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുമുള്ള ട്രെയിനുകൾ.
ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഇനി മംഗലാപുരം മൈസൂർ സെക്ടറിൽ എത്ര ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്? ഒരു ദിവസ ട്രെയിൻ ഒന്ന് മാത്രമാണ്. മംഗലാപുരം മൈസൂർ സെക്ടറിൽ ഒരാഴ്ചയിൽ ആകെ നടത്തുന്ന ട്രെയിൻ സർവീസ് കേവലം 10 സർവീസുകൾ മാത്രമാണ്. ഇൻ ബിറ്റ്വീൻ ബാംഗ്ലൂർ ആൻഡ് മൈസൂർ ആകെ നടത്തുന്ന ഒരാഴ്ചയിലെ ട്രെയിൻ സർവീസ് കേവലം 10 സർവീസുകൾ മാത്രമാണ് ഒരാഴ്ചയിൽ സർവീസ്. എന്നാൽ കേരളത്തിന്റെ തെക്ക് വടക്ക് ടച്ച് ചെയ്തുകൊണ്ട് എത്രയോ ഡസൻ കണക്കിന് ട്രെയിനുകളാണ്, യാത്രക്കാരെ നിറച്ചുകൊണ്ട് ചരക്ക് വാഹനങ്ങളാണ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ റെയിൽവേ വികസനത്തെ ആകെ അട്ടിമറിക്കുന്നതാണ്. ഈ തീരുമാനത്തിന് യാതൊരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ എംപിമാര് ഇന്നിവിടെ പറഞ്ഞതുപോലെ സൂചനയായിട്ട് ആരംഭിക്കുന്ന ഈ സമരം കണ്ട് ഈ വിഷയത്തിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. എംപിമാർ ഒറ്റയ്ക്കല്ല, പാലക്കാട്ട് MLA-മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും തിരുവോണമായിട്ടും ഇവിടെ വന്നത്. ഇവരുടെ പിന്നിലുമുള്ള ജനങ്ങൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. ശ്രീകണ്ഠൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ സാധാരണഗതിയിൽ കേരളത്തിന്റെ ഒരു ന്യായമായ ആവശ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിൽക്കുന്നതാണ് സ്വീകരിക്കേണ്ട നിലപാട്. എങ്കിൽ BJP ഇവിടെ കേരളത്തിലെ BJP ഘടകം ചില നേതാക്കന്മാര്, തലശ്ശേരിക്കാരനായ കൃഷ്ണദാസ്, PK കൃഷ്ണദാസ് പരസ്യമായിട്ട് ഈ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്നു എന്നതാണ് ഏറെ വേദനാജനകം. അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് മൈസൂർ എന്താ അമേരിക്കയിലാണോ ഇന്ത്യയിലല്ലേ? ഈ കാര്യത്തിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ ആ ദേശീയ താല്പര്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഫെഡറൽ തത്വങ്ങളുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ഫെഡറൽ തത്വങ്ങൾ അനുശാസിക്കുന്ന തത്വങ്ങളെ ലംഘിച്ചുകൊണ്ടാണ്. ഓണക്കാലത്ത് മാവേലിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ചു വരേണ്ടത് എങ്കിൽ കേന്ദ്ര സർക്കാർ സത്യത്തിൽ ഇന്ന് കേരളത്തിലേക്ക് വരുന്നത് വാമനന്റെ രൂപത്തിലാണ്. കേരളത്തിന് ചവിട്ടിത്താഴ്ത്തുന്നതിന് വേണ്ടി, കേരളത്തിന്റെ വികസന പദ്ധതികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് കേന്ദ്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനപ്രതിനിധികളും നേതാക്കന്മാരും ഇങ്ങനെ ഒരു സമരത്തിന് തിരുവോണ നാളിൽ നിർബന്ധിതരായത് എന്ന് കേരള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ അനീതി അവസാനിപ്പിക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇടപെടണം. മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് കത്തയച്ചിട്ടുണ്ട്. കേരള ജനത ഒറ്റക്കെട്ടായി ഈ അന്യായത്തിനെതിരെ പാലക്കാട് ഡിവിഷനോടൊപ്പം മംഗലാപുരം നിലനിർത്തേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. കൂട്ടിച്ചേർക്കാനല്ല പറയുന്നത്. കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ, എയിംസ് ഉൾപ്പെടെയുള്ള വികസന ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുകയാണ്. പാലക്കാട്ടെ കോച്ച് ഫാക്ടറി അത് കേരളത്തിന് നിഷേധിക്കുകയാണ്. വയനാട് ഉൾപ്പെടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്നിട്ട് പോലും യാതൊരു സഹായവും കേരളത്തിന് നൽകാതെ ജനങ്ങളോട് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ സമീപനം സ്വീകരിക്കുകയാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് പാലക്കാട് ഡിവിഷന്റെ കീഴിലുണ്ടായിരുന്ന മംഗലാപുരം മേഖലയെ അടർത്തി മാറ്റി മൈസൂറിലേക്ക് ചേർക്കാനുള്ള തീരുമാനം. ആ തീരുമാനം പുനഃപരിശോധിച്ച് പഴയതുപോലെ തന്നെ പാലക്കാട് ഡിവിഷനോടൊപ്പം മംഗലാപുരത്തെ നിലനിർത്താൻ കേരള സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ്. ആവശ്യം ഇവിടുത്തെ ജനപ്രതിനിധികൾ ആവർത്തിച്ചുന്നയിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഈ ധർമ്മസമരത്തിൽ പങ്കാളികളായ മുഴുവൻ MPമാർക്കും MLA-മാർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും കേരള സർക്കാരിന് വേണ്ടിയും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.